തലശ്ശേരി പ്രസ് ഫോറത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് പി സന്തോഷ് കുമാർ MP. 18ാമത് ഹെർമൻ ഗുണ്ടർ അവാർഡ് നേടിയ പ്രദീപ് നാരായണനുള്ള അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമ പ്രവർത്തനം എത്ര നാളുണ്ടാകുമെന്നും പണ്ടുമുതൽ കണ്ടുവരുന്ന പല ചാനലുകളും ഇല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏറെ പ്രതിസന്ധിയിലൂടെയാണ് മാധ്യമരംഗം കടന്നുപോകുന്നത്. മാധ്യമ പ്രവർത്തകർക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റിയ അവസ്ഥയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജനപക്ഷത്ത് നിന്ന് വേണം മാധ്യമ പ്രവർത്തനം നടത്തേണ്ടതെന്ന് സന്തോഷ് കുമാർ MP പറഞ്ഞു. മാധ്യമ ലോകം ഇന്ന് കടുത്ത ഭീഷണി നേരിടുന്ന ഒരു ലോക സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ത്യയിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചാണെങ്കിലും നിഷ്പക്ഷത എന്ന് പറയുന്നത് മാധ്യമ രംഗത്ത് നിന്ന് പതുക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള മാധ്യമ പ്രവർത്തനം എത്ര കാലം ഉണ്ടാകും എന്ന് പറയുന്നതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു വന്നു. പരമ്പരാഗതങ്ങളായി നമ്മൾ കാണുന്ന ചാനലുകളെല്ലാം തന്നെ വൈകാതെ അപ്രത്യക്ഷമാകാൻ പോകുന്നു എന്നൊരു നിരീക്ഷണം ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. സമൂഹത്തെ ആകെ സ്വാധീനിക്കാൻ വേണ്ടി ഈ കോർപ്പറേറ്റ് മാധ്യമങ്ങളെ തന്നെ വിലക്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. പണമില്ലാതെ ആ രംഗത്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ഒരു ചാനൽ നമുക്ക് നടത്തുക അസാധ്യമാണ്. അപ്പൊ അങ്ങനെ അസാധാരണമായ പഠനം മാധ്യമ ലോകം കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇന്ന് സത്യം നല്ലതുപോലെ തമസ്കരിക്കപ്പെടുകയും അല്ലാത്ത വാർത്തകൾക്ക് വലിയ പ്രാമുഖ്യം കിട്ടുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. ദീർഘമായ ഒരു വികാര പ്രകടനങ്ങൾക്കുള്ള സന്ദർഭമല്ല ഇതെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മള് എങ്ങോട്ടാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരെയും ഉത്കണ്ഠപ്പെടുത്തേണ്ട ഒന്നാണ്. മനുഷ്യരെ കൂടുതൽ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യപ്പെടുകയും അവരെ ഇങ്ങനെ സ്വയം മതത്തിന്റെയും ജാതിയുടെയും ചിഹ്നങ്ങളായി ചുരുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ശക്തിപ്പെട്ടു വരുന്നു. സത്യം എന്ന് പറയുന്നത് പലതിലും ഇന്ന് തമസ്കരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ചരിത്രം എന്ന് പറയുന്നത് പുതുതായി നിർമ്മിക്കപ്പെടുന്നു. തലശ്ശേരി പ്രസ് ഫോറം മേരി മാതാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ 18ാമത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർ സ്മാരക അവാർഡ് മാതൃഭൂമി കാസർഗോഡ് ലേഖകൻ പ്രദീപ് നാരായണൻ P സന്തോഷ് കുമാർ MPയിൽ നിന്നും ഏറ്റുവാങ്ങി. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു. എതിരഭിപ്രായം പറയുന്നവൻ ആരാണോ അവനെ ഇല്ലാതാക്കുക, അവന്റെ വായടപ്പിക്കുക എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിന്റെ ഒരു രീതി. എന്നാൽ അതിനെ ചോദ്യം ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഒരു അടിമത്തത്തിലേക്ക് ഏതാണ്ട് പൂർണ്ണമായും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ചോദ്യം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം രാജ്യത്ത് കുറയുന്നു, ലോകത്ത് കുറയുന്നു. അപ്പം അമേരിക്ക തന്നെ ഏത് രാജ്യവും പിടിച്ചെടുക്കും, ആരെ വേണമെങ്കിലും ആക്രമിക്കും. അന്താരാഷ്ട്ര തലത്തിലൊന്നും ചോദിക്കാൻ ആരുമില്ല. ഇനി എത്ര കാലം നമ്മൾ സ്വതന്ത്രമായി സംസാരിക്കും എന്ന ചോദ്യം നിൽക്കുമ്പോഴാണ് ഈ ഡോക്ടർ ഹെർമൻ ഗുണ്ടറിനെ പോലുള്ള ആളുകൾ ഇവിടെ വന്ന് നമ്മളെ ബോധവൽക്കരിച്ച് നമുക്ക് നിഘണ്ടു സമ്മാനിച്ച് കടന്നുപോയത്. ഇനി അങ്ങനെ ഒരു ഗുണ്ടർട്ട് ഉണ്ടാകുമോ? ഇനി നമുക്ക് നിവർന്നു നിന്ന് എത്ര കാലം സംസാരിക്കാൻ പറ്റും? പ്രസ് ഫോറം ഹാളിൽ നടന്ന ചടങ്ങിൽ മേരി മാതാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഫാദർ ഡോക്ടർ GS ഫ്രാൻസിസിനെയും ചടങ്ങിൽ ആദരിച്ചു. വാർഡ് കൗൺസിലർ നൂറ നാസർ, അനീഷ് പാദ്രിയാട്, P ദിനേശൻ, N സിറാജുദ്ദീൻ, MR രജീഷ്, M വിനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു.